നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു ലൈഫ് കിട്ടാത്തവരാണ് നമ്മളിൽ കൂടുതൽ പേരും. പക്ഷേ അതെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ ജീവിച്ചു തീർക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരാളുടെ കഥയാണ് ഞാനിന്ന് പറയുന്നത്. 2013 ഇറങ്ങിയ ദ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി. സോ വാൾട്ടർ അവന്റെ അപ്പാർട്ട്മെന്റിലിരുന്ന് ഒരു ഡേറ്റിംഗ് സൈറ്റിൽ ഷെറിൽ മെൽഹോഫ് എന്ന പെണ്ണിന്റെ പ്രൊഫൈൽ നോക്കിയിരിക്കുന്നു. ഒരു 3 ലെഗ്ഡ് പട്ടിയും ഒരു 2 ലെഗ്ഡ് കുട്ടിയും ഉണ്ടെന്ന് അവൾ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഷെറിൽ ആക്ച്വലി അവന്റെ ഓഫീസിൽ പുതുതായി വന്ന കൊളീഗ് തന്നെയാണ്. നേരിട്ട് സംസാരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഡേറ്റിംഗ് സൈറ്റ് വഴി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഉള്ള ധൈര്യം സംഭരിച്ച് അവളുടെ പ്രൊഫൈലിൽ ഒരു വിങ് അടിക്കാൻ അവൻ നോക്കാണ്. പക്ഷേ എന്തോ എറർ കാണിച്ചു. കുറെ വട്ടം ട്രൈ ചെയ്തെങ്കിലും നോ രക്ഷ. പിന്നെ ഓഫീസിൽ പോകാൻ ടൈം ആയതുകൊണ്ട് ആ പരിപാടി നിർത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാൻ തുടങ്ങി. അവിടുന്ന് വോൾട്ടർ ഈ ഹാർമണി ഡേറ്റിംഗ് സൈറ്റിന്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു. ടോഡ് എന്നൊരാളാണ് അറ്റൻഡ് ചെയ്യുന്നത്. വോൾട്ടർ കാര്യം പറഞ്ഞു. ഷെറിലിന് മാത്രമാണ് വിങ് അയക്കേണ്ടത്, എറർ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നൊക്കെ. ടോഡ് വോൾട്ടറിന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ബ്ലാങ്ക് ആക്കി ഇട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അതവൻ സ്കിപ്പ് ചെയ്തതാണ്, കാരണം അവൻ അങ്ങനെ പറയാൻ മാത്രമുള്ള എവിടെയും പോയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ടോഡ് ചോദിച്ചു. പെട്ടെന്ന് വോൾട്ടർ ഒരു പട്ടി കുരയ്ക്കുന്ന സൗണ്ട് കേട്ട് അപ്പുറത്തുള്ള ബിൽഡിംഗിലേക്ക് ചാടി കയറുന്നു. ഒരു പട്ടിയെടുത്ത് പുറത്തേക്ക് ഓടുന്നു. ബ്ലാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാരെയും അലേർട്ട് ആക്കി. അവിടേക്ക് ഷെറിൽ വരുന്നു. അവളുടെ 3 ലെഗ്ഡ് പട്ടി ചിപ്സ് ആയിരുന്നത്. വോൾട്ടർ അവന്റെ സ്യൂട്ടിൽ നിന്ന് ചിപ്സിന് ഒരു പ്രോസ്തെറ്റിക് ലെഗ് ഒക്കെ എടുത്തു കൊടുക്കുന്നു. അവന്റെ അഡ്വഞ്ചറസ് ലൈഫിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. പെട്ടെന്ന് ടോഡ് ഫോണിൽ വോൾട്ടർ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു. സോ യെസ്, അവൻ ഡേ ഡ്രീം ചെയ്യായിരുന്നു. വോൾട്ടറിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോൺ ഔട്ട് ആയി ഡ്രീമിൽ അവൻ ആഗ്രഹിക്കുന്ന ഒരാളായി മാറും, ഒരു അഡ്വഞ്ചറസ് ഹീറോ. അങ്ങനെ അവൻ ഓഫീസിൽ എത്തിയപ്പോഴാണ് അവരുടെ കമ്പനിയെ വേറെ ടീം അക്വയർ ചെയ്ത ന്യൂസ് അവൻ അറിയുന്നത്. ലൈഫ് മാഗസീനിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അതിനിടെ അവന്റെ സിസ് ഒഡേസ അവിടെ കേക്ക് പിടിച്ച് നിൽക്കുന്നത് അവൻ കാണുന്നു. വോൾട്ടറിന്റെ 42ാമത്തെ ബർത്ത്ഡേ ആണെന്ന്. അവന്റെ ഫേവറേറ്റ് ക്ലെമന്റൈൻ കേക്ക് അമ്മ കൊടുത്ത് വിട്ടത് ഏൽപ്പിക്കാൻ വന്നതാണവൻ. അതുപോലെ അവരുടെ അച്ഛനമ്മയ്ക്ക് മൊമെന്റമായി കൊടുത്ത പിയാനോ അമ്മയുടെ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് കയറ്റാനുള്ളതിനുള്ള ഹെൽപ്പ് ചോദിച്ചു വന്നതായിരുന്നു. കാരണം അവൾക്കൊരു ഓഡീഷന് പോകാനുണ്ടായിരുന്നു. വോൾട്ടർ നൈസായിട്ട് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അത് അവളുടെ തലയിൽ തന്നെ ഇട്ടു. ലിഫ്റ്റിൽ കയറാൻ നേരം കോവർക്കേഴ്സിൽ നിന്ന് കമ്പനി അക്വയർ ചെയ്തത് കൊണ്ട് ലേ ഓഫ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കുറെ പേരുടെ ജോലി നഷ്ടപ്പെടും എന്നൊക്കെ അവൻ അറിയുന്നു. ലൈഫ് മാഗസീൻ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആക്കാണ്. ആ സമയം പുതിയ MD അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു, ഒരു താടിക്കാരൻ. അയാൾ പുതിയ MD ആണ്, ടെഡ് ഹെൻഡ്രിക്സ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. എല്ലാവരും ഹായ് പറഞ്ഞു. വോൾട്ടറിനോട് കേക്ക് മാൻ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നൊക്കെ അയാൾ ചോദിച്ചു. അവൻ കേക്ക് മാൻ അല്ല എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അയാൾ അവൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ കളിയാക്കി സംസാരിച്ചു. വോൾട്ടർ പെട്ടെന്ന് ടെഡിന്റെ താടിയെ പറ്റി കളിയാക്കി തിരിച്ച് സ്കോർ ചെയ്തു. എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. പിന്നെ ടെഡ് വോൾട്ടറിനെ വിളിക്കുന്നത് കേട്ടാണ് അവൻ സോൺ ഔട്ട് ആയത് അറിയുന്നത്. ടെഡ് വീണ്ടും നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചറിയാൻ ശ്രമിച്ചു. ഇവിടുത്തെ ഫോട്ടോസിന്റെ നെഗറ്റീവ് അസറ്റ് മാനേജർ ആണെന്ന് അവൻ പറഞ്ഞു. അത് കേട്ട് പുച്ഛത്തോടെ ടെഡ് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി. പിന്നീട് വോൾട്ടർ ഷെറിലിനെ കണ്ടു. അവൾ ഹായ് വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അവൻ ആൻസർ പറയാൻ തുടങ്ങിയപ്പോൾ അത് അവനോടല്ല വേറെ കൊളീഗിനോടാണെന്ന് മനസ്സിലായി. വോൾട്ടർ പിന്നെ കോഫി എടുക്കാൻ പോയി. അവിടുന്ന് അവരുടെ സംസാരം കേട്ട് വീണ്ടും സോൺ ഔട്ടായി. സംസാരം ബേസ് ചെയ്ത് മഞ്ഞുള്ള സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ച പോലെ അവൻ ഷെറിലിനോട് സംസാരിക്കുന്നതായി അവൻ ഡേ ഡ്രീം ചെയ്തു. ഇവൻ ഇതെന്നെ പണി. അങ്ങനെ ടെഡ് ഇത് കണ്ട് നേരത്തെ ലിഫ്റ്റിൽ കേട്ട ഗ്രൗണ്ട് കൺട്രോൾ ടു മേജർ ടോം എന്ന പാട്ട് പാടി. വോൾട്ടർ കേട്ടില്ല. പിന്നെ അവന്റെ തലക്കിട്ടൊരു പേപ്പർ ക്ലിപ്പ് എറിഞ്ഞപ്പോഴാണ് അവൻ തിരിച്ച് റിയാലിറ്റിക്ക് വന്നത്. വോൾട്ടർ പിന്നെ അവന്റെ വർക്ക് സ്റ്റേഷനിലേക്ക് പോയി. അത് ആ ബിൽഡിങ്ങിന്റെ ഏതോ മുക്കിലുള്ള ബേസ്മെന്റിലായിരുന്നു. അവിടെ അവന്റെ കൊളീഗ് ഹെർണാണ്ടോ ഉണ്ടായിരുന്നു. ഷാൻ ഒക്കോണൽ വളരെ ഫേമസ് ആയ ഫോട്ടോഗ്രാഫർ ആണ്. അവന്റെ ഫോട്ടോസൊക്കെയാണ് ഇവരുടെ ലൈഫ് മാഗസീൻ കവറൊക്കെ ആയി യൂസ് ചെയ്യുന്നത്. വോൾട്ടറായാണ് ഷാൻ ഇവിടെ കണക്ഷൻ ഉള്ളത്. കാരണം അവന്റെ ഫോട്ടോസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് വോൾട്ടർ ആണ്. സോ ഷാന്റെ പുതിയ നെഗറ്റീവ് റോൾ സെൻഡ് ചെയ്തത് അവിടെ തുറന്നു കിടക്കുന്നത് അവൻ കണ്ടു. അതിലൊരു നോട്ടും വോൾട്ടറിനൊരു ഗിഫ്റ്റും ഉണ്ടായിരുന്നു. നോട്ട് ഇങ്ങനെ ആയിരുന്നു: ലൈഫ് മാഗസീൻ അക്വയർഡ് ആയെന്ന് കേട്ടു. ഇത്രയും കാലത്തെ ഹാർഡ് വർക്കിന് താങ്ക്സ് പറയാമെന്ന് തോന്നി. ഉള്ളിലൊരു ഗിഫ്റ്റുമുണ്ട്. അതുപോലെ നെഗ്രോളിലെ ഫോട്ടോ നമ്പർ 25 ആണ് ഇത്രയും കാലം അവൻ എടുത്തതിൽ ഏറ്റവും നല്ല ഫോട്ടോ. ദ ക്വിൻറ്റസെൻസ് ഓഫ് ലൈഫ് എന്നാണ് അതിനെ ഷാൻ വിശേഷിപ്പിച്ചത്. സോ അത് പബ്ലിഷായി വരാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെയായിരുന്നു. ഗിഫ്റ്റ് തുറന്നു നോക്കിയപ്പോൾ അതിൽ ലൈഫിന്റെ മോട്ടോ പ്രിന്റ് ചെയ്തൊരു നല്ല ലെതർ വാളറ്റ് ആയിരുന്നു. അതവന് വളരെ ഇഷ്ടമായി. പിന്നീട് നെഗ്രോൾ നോക്കിയപ്പോൾ അതിലാണെങ്കിൽ ഫോട്ടോ നമ്പർ 25 മാത്രം കാണാനില്ല. അവരാകെ ടെൻസ്ഡായി. പെട്ടെന്ന് അവരുടെ ഓഫീസിലേക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് മീറ്റിംഗ് ഉണ്ട്, ഷാൻ വയസ്സായ ഒരാളെ കയ്യിൽ ടെലിഗ്രാം കൊടുത്ത് വിട്ടിട്ടുണ്ട്, ഫോട്ടോ നമ്പർ 25 കവറാക്കാനാണ് പറയുന്നത്, അതുമായി വരാൻ പറഞ്ഞു. മീറ്റിംഗ് കൂടി. സ്റ്റാഫുമായി മാനേജ്മെന്റ് സംസാരിക്കുന്നു. ഈ മാസമായിരിക്കും അവരുടെ ലാസ്റ്റ് ഇഷ്യൂ എന്നും
ലൈഫ് ഓൺലൈൻ ആക്കാണ്, സോ എസെൻഷ്യൽ അല്ലാത്ത കുറച്ച് സ്റ്റാഫ്സിനെ ഫയർ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ അവർ ഒഫീഷ്യലി പറഞ്ഞു. പിന്നെ ടെഡ് വന്ന് ടെലിഗ്രാമിനെ പറ്റി സംസാരിച്ചു. ഫോട്ടോ നമ്പർ 25 ദ ക്വിൻറ്റസൻസ് ഓഫ് ലൈഫാണ് കവർ ആക്കുന്നത്. അത് വോൾട്ടറിനെ മേജർ ടോം എന്ന് വിളിച്ച് അവൻ കാണിക്കാൻ പറഞ്ഞു. വോൾട്ടർ പറഞ്ഞു അത് പ്രോസസ്സിങ്ങിലാണെന്ന്. അങ്ങനെ മീറ്റിംഗ് അവസാനിച്ചു. വോൾട്ടർ പിന്നീട് ഷെറിലിന്റെ അടുത്ത് പോയി അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഷാന്റെ അഡ്രസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു. കാരണം അവൾ ഫോട്ടോ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഷാൻ അങ്ങനെ പറന്ന് നടക്കുന്ന ഒരാളായതുകൊണ്ടും ഫോൺ നമ്പർ ഒന്നും ഇല്ലാത്തത് കൊണ്ടും കിട്ടാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഹെർണാണ്ടോയും വോൾട്ടറും ഷാന്റെ ബാക്കി ഫോട്ടോസ് വെച്ച് അവനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ക്ലൂസ് തെരഞ്ഞു തുടങ്ങി. ഷെറിലിനെ പിന്നീട് കണ്ടപ്പോൾ അവൻ ഫോട്ടോ നമ്പർ 25 മിസ്സിംഗ് ആയ കഥയൊക്കെ അവളോട് വിവരിച്ചു. അമ്മയുടെ പുതിയ അപ്പാർട്ട്മെന്റിൽ അവരുടെ പിയാനോ കയറാത്തത് കൊണ്ട് അവർ വേറെ വില്ലയിലേക്ക് മാറാൻ തീരുമാനിക്കുന്നു. ഒഡേസ അവിടുന്ന് അവന് ബർത്ത്ഡേ ഗിഫ്റ്റായി ചെറുപ്പത്തിൽ അവൻ്റെ ഫേവറേറ്റ് ടോയായ സ്ട്രെച്ച് ആംസ്ട്രോങ്ങിനെ കൊടുക്കുന്നു. ഷിഫ്റ്റ് ചെയ്യുന്നതിനിടെ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞവർ ചിരിക്കുന്നുണ്ട്. പിന്നീട് ഹെർണാണ്ടോ ഒരു ഫോട്ടോയിൽ വെള്ളത്തിലെന്തോ വേർഡിൻ്റെ റിഫ്ലക്ഷൻ ഉള്ളത് കണ്ടെത്തി. അതൊരു ഷിപ്പ് നെയിം ആയിരുന്നു. അതിനിടെ ലിഫ്റ്റിൽ വെച്ച് ടെഡിനെ കാണുന്നു. അയാൾ വോൾട്ടറിനോട് നിങ്ങൾ ഈ ഓഫീസിൽ വർക്ക് ചെയ്യാൻ തന്നെയാണോ അല്ലെങ്കിൽ കളിക്കാനാണോ വരുന്നത് എന്ന് ചോദിച്ചു. ഇത്തരം സാധനങ്ങളൊന്നും ഓഫീസിൽ കൊണ്ടുവരാൻ പാടില്ലെന്ന് പറഞ്ഞ് ആ സ്ട്രെച്ച് ആംസ്ട്രോങ്ങിനെ പിടിച്ചു വാങ്ങാൻ നോക്കി. വോൾട്ടർ പിടിവിടുന്നില്ല. അങ്ങനെ അവിടുത്തെ മൽപ്പിടുത്തത്തിന് ശേഷം രണ്ടാളും കൂടി ബിൽഡിങ്ങിന്റെ ചില്ല് പൊട്ടിച്ച് താഴേക്ക് വീഴുന്നു. ആ ടോയ് എടുത്ത് ടെഡ് ഓടി, പിന്നാലെ വോൾട്ടറും. ആ ടോയുടെ ഓരോ കൈയും രണ്ടുപേരും പിടിച്ചു വലിക്കാൻ തുടങ്ങി. വലിച്ച് വല്ലാണ്ടായപ്പോൾ സ്ട്രെച്ച് ആംസ്ട്രോങ് സഹികെട്ട് രണ്ടിനെയും തിരിച്ചു വലിച്ച് കൂട്ടിയിടിപ്പിച്ചു. അങ്ങനെ സോൺ ഔട്ട് ആയ വോൾട്ടറിന്റെ ഫേസിൽ തോണ്ടി ടെഡ് അവനെ തിരിച്ചു കൊണ്ടുവന്നു. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം വോൾട്ടറിനെ ഹാർമണി ടോൾ കോൾ ചെയ്തു. പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ ട്രാവൽ ചെയ്ത പ്ലേസസ് ഒക്കെ ചോദിച്ചു. ബട്ട് അവൻ ആകെ ഫിനിക്സിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഷെറിലിനെ കണ്ടപ്പോൾ കോൾ കട്ട് ചെയ്ത് അവളോട് ഷിപ്പിന്റെ പേര് കണ്ടുപിടിച്ചതൊക്കെ പറഞ്ഞു. അത് എവിടെയുള്ള ഷിപ്പാണെന്ന് ഷെറിൽ ഗൂഗിൾ ചെയ്തു. നെറ്റ് ബഫറിംഗ് ആയതുകൊണ്ട് മകനെ കൂട്ടാൻ പോകാനുണ്ടായിരുന്നു, കൂടെ വരുന്നോ എന്ന് ചോദിച്ച് അവരവിടുന്ന് ഇറങ്ങി. സംസാരത്തിനിടെ വോൾട്ടർ 16 കൊല്ലമായിട്ട് ലൈഫിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അറിഞ്ഞു. പിന്നീട് അവർ പാർക്കിലെത്തി. ഷെറിൽ ഫോണിൽ ഷാന്റെ കാര്യം കൊളീഗുമായി സംസാരിക്കുമ്പോൾ വോൾട്ടർ ഷെറിലിന്റെ മകൻ റിച്ചാർഡിനെ പരിചയപ്പെടുകയും അവന് കുറച്ച് സ്കേറ്റ് ബോർഡ് ടെക്നിക്സ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. റിച്ചാർഡ് അത് കണ്ട് വളരെ ഇംപ്രസ്ഡ് ആയി. ഷെറിലിന്റെ കൊളീഗ് വഴി ഷാൻ ഗ്രീൻലാൻഡിലാണുള്ളതെന്ന് അവരറിഞ്ഞു. ബഫറിംഗ് കഴിഞ്ഞ് ഷിപ്പ് നെയിം ലൊക്കേറ്റ് ചെയ്തപ്പോൾ അതും ഗ്രീൻലാൻഡ് തന്നെ. ഇതൊരു നല്ല ലീഡാണ്, ഇത് ഫോളോ ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് വോൾട്ടറിനെ ഗ്രീൻലാൻഡിലേക്ക് പോകാൻ ഷെറിൽ എൻകറേജ് ചെയ്തു. അതുപോലെ ടെഡ് കളിയാക്കി പാടിയ മേജർ ടോം നല്ല പാട്ടാണ്, അയാൾ പറയുന്നത് നോക്കണ്ട, അത് വളരെ കറേജിയസ് ആയിട്ടുള്ള പാട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതിനിടെ വോൾട്ടർ അവിടുന്ന് ഡേ ഡ്രീമിലേക്ക് പോയി ഷെറിലിനെ കിസ് ചെയ്യുന്നതൊക്കെ കണ്ടു. പിന്നീട് ഓഫീസിൽ വെച്ച് ടെഡിനെ കണ്ടു. നെക്സ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ എനിക്ക് ആ ഫോട്ടോ കിട്ടണമെന്ന് പറയുന്നുണ്ട്. ഹെർണാണ്ടോ ആണെങ്കിൽ എല്ലായിടത്തും തപ്പിയിട്ടും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അവന്റെ സംശയം ഇനി ഷാന് അയക്കാൻ മറന്നതാവോ എന്നാണ്. അവിടെയുള്ളൊരു ഷാന്റെ ഫോട്ടോയിലാണെങ്കിൽ വോൾട്ടറിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞ് ആക്ഷൻ കാണിക്കുന്നതും അവൻ കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടിയും എടുത്ത് അവൻ ഓടി. അങ്ങനെ നമ്മൾ കാണുന്നത് പ്ലെയിൻ കയറി വോൾട്ടർ ഗ്രീൻലാൻഡിൽ എത്തുന്നതാണ്. ലാൻഡ് ചെയ്തപ്പോൾ അധികം ആരുമില്ല അവിടെ ഒന്നും. നേരെ പോയി കാർ റെന്റിനെടുത്ത് അവിടുത്തെ ലോക്കൽ ബാറിലേക്ക് കയറി. അവിടെ മെയിൽസ് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അവിടുത്തെ അമ്മച്ചിയോട് ചോദിച്ചു. അവിടെ ഹെലി മെയിലാണ്, ഹെലികോപ്റ്ററിൽ ഷിപ്പിലേക്ക് ഇടാറാണ് പതിവ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് അടിച്ച് ഫിറ്റ് ആയ ഒരാൾ വന്ന് പാട്ട് പാടാൻ പറഞ്ഞു. വോൾട്ടർ വേണ്ടെന്ന് പറഞ്ഞ് തട്ടി മാറ്റാൻ ശ്രമിച്ചു. പിന്നെ അവർ തമ്മിൽ ഫൈറ്റ് ആയി. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഷാന്റെ ഒരു ഫോട്ടോയിൽ കണ്ട സെയിം തമ്പ് അയാളുടെ വിരലായിരുന്നു അത്. ഷാനെ ഷിപ്പിലേക്ക് ട്യൂസ്ഡേ ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പോലും. അയാൾ ഇപ്പൊ ഷിപ്പിലേക്ക് പോകുന്നുണ്ട് റേഡിയോ പാർട്സ് ഡെലിവർ ചെയ്യാൻ. മേ ബി ഷാൻ ഷിപ്പിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും അയാൾ പറഞ്ഞു. വോൾട്ടർ പുറത്തേക്ക് നോക്കി നല്ല സ്റ്റോം വരുന്നതും ഫ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചു. അയാൾ അതിനാണ് ഒരു ധൈര്യത്തിന് ഈ ബിയറൊക്കെ അടിച്ച് കയറ്റുന്നതെന്നും പറഞ്ഞു. ബോധമില്ലാത്ത അവസ്ഥ കണ്ട് വോൾട്ടറിന് അയാളുടെ കൂടെ പോവാൻ ധൈര്യം വരുന്നില്ല. അങ്ങനെ അയാൾ ഹെലികോപ്റ്റർ സ്റ്റാർട്ടാക്കാൻ അവിടെ നിന്ന് ഇറങ്ങി. അവൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഷെറിൽ വന്ന് ഗിറ്റാർ എടുത്ത് വോൾട്ടറിനെ ഡെഡിക്കേറ്റ് ചെയ്ത് ഗ്രൗണ്ട് കൺട്രോൾ ടു മേജർ ടോം പാട്ട് പാടുന്നു. അത് കേട്ട് ആവേശം കയറി വോൾട്ടർ പുറത്തേക്ക് ഓടി ഹെലികോപ്റ്ററിന്റെ ഉള്ളിലേക്ക് ചാടി കയറുന്നു. പിന്നീട് അവർ ഷിപ്പിനടുത്തെത്തി. ഷിപ്പ് കണ്ട് വോൾട്ടർ നമ്മൾ എങ്ങനെ ലാൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു. നമ്മൾ ലാൻഡ് ചെയ്യുന്നില്ല. ആ റേഡിയോ പാർട്സിന്റെ ബോക്സ് എടുത്ത് വോൾട്ടറിനോട് ആ ബോട്ടിലേക്ക് ചാടാനാണ് അയാൾ പറയുന്നത്. വോൾട്ടർ വീണ്ടും ചോദിച്ചു, ചാടാൻ തന്നെയാണോ നിങ്ങൾ പറയുന്നതെന്ന്. അയാൾ പെട്ടെന്ന് തന്നെ ചാടാൻ പറഞ്ഞ് തിരക്കാക്കി. വോൾട്ടർ ഒറ്റച്ചാട്ടം നേരെ വെള്ളത്തിലേക്ക്. അയാൾ ഉദ്ദേശിച്ചത് ചെറിയ ബോട്ടിലേക്ക് എടുത്ത് ചാടാനായിരുന്നു. വെള്ളത്തിൽ വോൾട്ടർ ഒരു ഫിൻ അവനെ വളയുന്നത് കാണുന്നു. അവൻ ഷാർക്കാണെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. ബോട്ടിലുള്ളവർ അത് കടൽ പന്നിയാണ്, പേടിക്കണ്ട, അവർ ഷാർക്കിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതാ ഷാർക്ക് വായ തുറന്ന്
അവനെ കടിക്കാൻ വരുന്നു. അവൻ അതിനെയായി മല്ലിട്ട് ചെറിയ ബോട്ടിലേക്ക് എങ്ങനെയൊക്കെയോ കയറി. ഷിപ്പിലെത്തിയ ശേഷം ഷാൻ ഒരു 4 മണിക്കൂർ മുന്നേ ഐസ്ലാൻഡിലേക്ക് പോകാൻ വേറൊരു ബോട്ട് കയറി എന്ന് അവൻ അറിയുന്നു. ഒരാൾ വന്ന് അവന് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സും കഴിക്കാൻ ക്ലെമന്റൈൻ കേക്കും കൊടുത്തു. ഷാൻ കൊടുത്തതായിരുന്നു അത്. ആ കേക്ക് പൊതിഞ്ഞ പേപ്പർ ശ്രദ്ധിച്ചപ്പോ അതിൽ ഷാന്റെ ഷൂട്ട് ഐറ്റ്നറിയും അതിലൂടെ അവനൊരു വോൾക്കാനോയിലേക്ക് പോവാണെന്നും അവന് മനസ്സിലായി. നെക്സ്റ്റ് മോർണിംഗ് വോൾട്ടർ ഐസ്ലാൻഡിലെത്തി. അവനോട് പെട്ടെന്ന് പോയാൽ കാണുന്ന ബൈക്ക് എടുത്ത് പോവാൻ പറഞ്ഞു. കാരണം ആ ബൈക്കിന് വേണ്ടി 10-40 ആൾക്കാരെ പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഹാർമണി ടോഡ് വിളിച്ചു. അവൻ ലോസ് ആഞ്ചലസിലാണ്. വോൾട്ടറിനെ പറ്റി ആലോചിച്ചു. പ്രൊഫൈൽ നോക്കിയപ്പോൾ വിങ്സ് ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വോൾട്ടർ ഗ്രീൻലാൻഡിലുണ്ടായ സാഹസികതയെ പറ്റിയൊക്കെ പറഞ്ഞു. ടോഡ് വളരെ എക്സൈറ്റഡ് ആയി. കൂടുതൽ ചോദിച്ചറിയുന്ന മുന്നേ വോൾട്ടർ വോൾക്കാനോയിലേക്ക് പോവാണെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ആകാശത്തേക്ക് നോക്കിയപ്പോൾ ബേർഡ്സ് ഷെറിലിന്റെ ഫേസ് ഫോം ചെയ്യുന്നത് കണ്ടവൻ നോക്കി നിന്നു. നേരെ പോയൊരു പോസ്റ്റിലിടിച്ചു വീണു. ബൈക്ക് കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയി. പിന്നെ അവൻ ഓടി ഒരു സ്ട്രീറ്റിലെത്തി. അവിടെ കണ്ട കുട്ടികളോട് വോൾക്കാനോയെ പറ്റി ചോദിച്ചു. ബട്ട് അവർക്ക് അവന്റെ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല. പിന്നെ വോൾട്ടർ അവരുടെ കയ്യിൽ കണ്ട സ്കേറ്റ് ബോർഡ് കിട്ടാൻ അവന്റെ സ്ട്രെച്ച് ആംസ്ട്രോങ് എടുത്ത് ട്രേഡ് ചെയ്തു. അവിടെ കണ്ട ഹോട്ടലിൽ കയറി ഷാനിനെ തിരക്കി. അയാളെന്തോ തിരക്കിട്ട് പെട്ടിയും കിടക്കെ എടുത്ത് സ്ഥലം വിടായിരുന്നു. ഷാനെ ഒരു പ്ലെയിൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. 15 മിനിറ്റിൽ അത് ടേക്ക് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. വോൾട്ടർ അത് കേട്ട പാടെ അവിടെ നോടി. 2 കല്ലെടുത്ത് കയ്യിൽ കെട്ടി അവൻ സ്കേറ്റ് ബോർഡ് എടുത്തൊരു പോക്ക് പോയി. അങ്ങനെ അവൻ വേറൊരു സ്ട്രീറ്റിലെത്തി. അവിടെയൊന്നും ആരുമില്ല. അപ്പോ നേരത്തെ കണ്ട ആള് വന്ന് അവനോട് പെട്ടെന്ന് കാറിൽ കയറി വോൾക്കാനോ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞു. ആ സമയം മോളിലൂടെ എയർപ്ലെയിനിൽ ഷാൻ നിന്ന് അത് ഫോട്ടോ എടുക്കുന്നതും അവൻ കണ്ടു. അവൻ പെട്ടെന്ന് കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവരെങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ചൊരു പാപ്പ ജോൺസിന്റെ മുന്നിലെത്തി. അവനെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറഞ്ഞു. അവിടെ ഇരുന്ന് വീണ്ടും അവൻ ആ ഫോട്ടോസ് നോക്കി ക്ലൂസ് തിരയുന്നു. പിന്നീട് ഷെറിലിനെ വിളിച്ച് ഐസ്ലാൻഡിൽ എത്തിയതൊക്കെ പറയുന്നുണ്ട്. കുറച്ച് വേർഡ്സ് ഗൂഗിൾ ചെയ്ത് നോക്കാനും. പക്ഷെ ആ വേർഡ്സ് തമ്മിലുള്ള കണക്ഷൻ ഒന്നും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ ഹെർണാണ്ടോ മെസ്സേജ് അയച്ചത് കണ്ടു. വോൾട്ടർ നാളെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർ 2 പേരെയും ഫയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വോൾട്ടർ തിരിച്ച് ഓഫീസിലേക്ക് പോയി. അവിടെ വെച്ച് ടെഡിനെ കണ്ടപ്പോ അവൻ ഫോട്ടോ ചോദിച്ചു. വോൾട്ടർ പറഞ്ഞു ഫോട്ടോ ഷാന്റെ അടുത്തായിരിക്കുമെന്ന്. ടെഡ് അപ്പൊ തന്നെ ഒന്നും നോക്കാതെ വോൾട്ടറിനെ ഫയർ ചെയ്തു. വോൾട്ടർ ഒന്നും പറഞ്ഞില്ല. പിന്നെ സ്കേറ്റ് ബോർഡുമായി ഷെറിലിന്റെ വീട്ടിലേക്ക് പോയി. അവളുടെ ഡോർ ആൻസർ ചെയ്തത് അവളുടെ എക്സ് ഹസ്ബൻഡ് ആയിരുന്നു. അത് കണ്ടപ്പോ അവൻ സ്കേറ്റ് ബോർഡ് അവിടെ റിച്ചർഡിനെ വെച്ചിട്ട് പോയി. അതിനുശേഷം അവൻ അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എല്ലാം കൊണ്ടും ഡിസപ്പോയിന്റഡ് ആയി ഇരിക്കുകയാണ് വോൾട്ടർ. ആ വാളറ്റിലെ കാർഡ്സ് ഒക്കെ എടുത്ത് ആ വാളറ്റ് അവൻ ട്രാഷ് ക്യാനിലേക്ക് ഇട്ടു. ലിവിംഗ് റൂമിലിരുന്ന് വീണ്ടും ഇമേജസ് ഒക്കെ വെറുതെ നോക്കി. പെട്ടെന്ന് ഒരു ഫോട്ടോ കണ്ടപ്പോ അത് അവന്റെ മുന്നിലുള്ള പിയാനോയുടെ ഒരു പാർട്ടാണെന്ന് അവൻക്ക് മനസ്സിലായി. അവൻ അമ്മയോട് പിയാനോയുടെ ഫോട്ടോ ആരെങ്കിലും എടുത്തിരുന്നോ എന്ന് ചോദിച്ചു. ഒരാഴ്ച മുന്നേ ഷാൻ ഇവിടെ വന്നപ്പോ അവന്റെ ക്യാമറ വെച്ച് അമ്മ തന്നെ ഒരു ഫോട്ടോ എടുത്തിരുന്നു എന്ന് പറഞ്ഞു. ഇതൊന്നും എന്താ പറയാഞ്ഞെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞതാണ് നീ അപ്പോ സോൺ ഔട്ട് ആയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഷാൻ എങ്ങോട്ടേലും പോകുന്നതിനെ പറ്റി പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോ അഫ്ഗാനിസ്ഥാൻ ഹിമാലയാസിലുള്ള സ്നോ ലെപ്പേർഡ്സിന്റെ ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ടെന്നും അതിനുവേണ്ടി അവിടെയുള്ള വാർലോഡ്സിനെ സോപ്പിടാൻ ക്ലെമന്റൈൻ കേക്കും കൊണ്ടുപോയെന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെ അവൻ തെരഞ്ഞുകൊണ്ട് നടന്ന വേർഡ്സിന്റെ അർത്ഥമൊക്കെ അവൻ മനസ്സിലാവുകയും അവൻ നേരെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അഫ്ഗാനിസ്ഥാനിലേക്ക് വിടുകയും ചെയ്തു. വാർലോഡ്സിന് ക്ലെമന്റൈൻ കേക്ക് കൊടുത്ത് സോപ്പിട്ട് അവൻ അവിടേക്ക് എൻറ്റർ ചെയ്യുന്നു. ലോക്കൽസിന്റെ ഹെൽപ്പോടെ അവരോടൊപ്പം ട്രെക്ക് ചെയ്തു. ഒരു പോയിന്റിന് ശേഷം അവർക്ക് വരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് പോയി. പെട്ടെന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തു. അത് ടോഡ് ആയിരുന്നു. വോൾട്ടറിന് ഇപ്പൊ കുറെ വിങ്സ് വരാൻ തുടങ്ങി. പക്ഷെ ഷെറിൽ അവളുടെ പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്നു. സോ വോൾട്ടർ അവന്റെ പ്രൊഫൈൽ കൂടെ ഡിലീറ്റ് ചെയ്യാൻ അവനോട് പറയാണ്. അവന്റെ സംസാരം കേട്ട് അടുത്തുനിന്ന് ഒരാൾ വോൾട്ടറിനോട് സൈലന്റ് ആവാൻ പറഞ്ഞു. വോൾട്ടർ ഫോൺ കട്ട് ചെയ്ത് നോക്കുമ്പോ അത് ഷാൻ ആയിരുന്നു. വോൾട്ടറിനോട് നീ എങ്ങനെ ഇവിടേക്ക് എത്തിയെന്ന് അത്ഭുതത്തോടെ ഷാനും ചോദിച്ചു. അവർ അവിടെ ഇരുന്ന് കുറെ നേരം സംസാരിച്ചു. അതിനിടെ ഫോട്ടോ നമ്പർ 25 പറ്റി വോൾട്ടർ ചോദിക്കുന്നുണ്ട്. നീ അതിലാണ് ഇരിക്കുന്നതെന്ന് ഷാൻ പറഞ്ഞു. വോൾട്ടറിന് മനസ്സിലായില്ല. ഷാൻ ഗിഫ്റ്റ് ചെയ്ത വാളറ്റിനുള്ളിൽ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. വോൾട്ടർ ആകെ ഞെട്ടി. ഇതൊരു പൊട്ട ഐഡിയ ആയിപ്പോയെന്നും വോൾട്ടർ പറഞ്ഞു. ഷാൻ ഒരു സർപ്രൈസ് ആക്കാൻ ചെയ്തതാണെന്നാണ് പറയുന്നത്. പിന്നെ ആ വാളറ്റ് അവൻ കളഞ്ഞെന്നറിഞ്ഞപ്പോ ഷാൻ അത് ഹേർട്ടായി. എന്തായാലും മോശമായി പോയി, ആ ഫോട്ടോ ശരിക്കും ഒരു ബ്യൂട്ടി തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടെ സ്നോ ലെപ്പേർഡിനെ കണ്ടപ്പോ അത് വോൾട്ടറിനും കാണിച്ചു കൊടുക്കുന്നു. ഈ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നില്ലേ എന്ന ചോദ്യത്തിന് ഷാൻ പറഞ്ഞത് അവനൊരു മൊമെന്റ് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടാൽ അവൻ ആ സമയം ക്യാമറയുടെ ഡിസ്ട്രാക്ഷൻ വരുത്താറില്ല എന്നായിരുന്നു. പിന്നീട് താഴെ കുറച്ച് പേര് ഫുട്ബോൾ കളിക്കുന്നത് കണ്ടവർ അങ്ങോട്ട് പോകുന്നു. ആ ഫോട്ടോ എന്തായിരുന്നെന്ന് വോൾട്ടറിന്റെ ചോദ്യത്തിന് ഷാൻ മറുപടി പറയുന്നില്ല. പിന്നീട് വോൾട്ടർ US-ലേക്ക് തിരിച്ചു പോവാണ്. ലോസ് ആഞ്ചലസിൽ വെച്ച് അവന് എയർപോർട്ടിൽ സെക്യൂരിറ്റി ഇഷ്യൂ വന്നു. ട്രാവൽ ബാനുള്ള അഫ്ഗാനിസ്ഥാനിൽ അവൻ എങ്ങനെ പോയി എന്നൊക്കെ അവർ ചോദ്യം ചെയ്തു. അവന്റെ ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്ത് അവന് യമനിലൂടെ കടന്നതാണെന്നാണ് പറയുന്നത്. അവന്റെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ ഇവിടെ ആരെങ്കിലും അറിയോ എന്ന് ചോദിച്ചപ്പോൾ അവന്റെ മൈൻഡിലേക്ക് ഒരാൾ വരികയും അവനെ അവർ റിലീസ് ചെയ്യുകയും ചെയ്തു. അത്
നമ്മുടെ ഈ ഹാർമണി ടോഡ് ആയിരുന്നു. ടോഡ് അവന്റെ ട്രാവൽ അഡ്വഞ്ചേഴ്സ് ഒക്കെ വളരെ എക്സൈറ്റഡ് ആയി ചോദിച്ചറിഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് അവന്റെ അമ്മയുടെ പിയാനോ അവർ വിൽക്കുന്നതാണ്. അമ്മയോട് സോറി ഒക്കെ പറയുന്നുണ്ട്. അമ്മ അവന് ഷാന് കൊടുത്ത വാളറ്റ് ട്രാഷ് ക്യാനിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നു. വോൾട്ടർ വീണ്ടും സർപ്രൈസ്ഡ് ആയി. അതിനുള്ളിൽ ഫോട്ടോ നമ്പർ 25 ഉണ്ടായിരുന്നു. അവൻ നേരെ ഓഫീസിലേക്ക് പോയി ഫോട്ടോ ടെഡിന് തിരിച്ചു കൊടുത്തു. ഇതാണ് ആ ഫോട്ടോ, ദ ക്വിൻറ്റസെൻസ് ഓഫ് ലൈഫ്. 2 days കൂടെ ഉണ്ടായിരുന്നു മാഗസിൻ ഇഷ്യൂ ചെയ്യാൻ. പിന്നെ ടെഡിനോട് ഇത്ര റൂഡ് ബിഹേവിയർ ആവരുതെന്നും പറഞ്ഞ് അവന്റെ സാധനങ്ങളും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ലിഫ്റ്റിൽ വെച്ച ആ ഫോട്ടോയിൽ എന്താണെന്ന് ഹെർണാണ്ടോ ചോദിച്ചപ്പോൾ വോൾട്ടർ അത് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ജോബ് നോക്കാൻ അവനിപ്പോ റെസ്യൂമിൽ അപ്ഡേറ്റ് ചെയ്യാൻ കുറെ കാര്യങ്ങൾ അവന്റെ ലൈഫിലുണ്ടായി. പിന്നീട് ഷെറിലിന്റെ മകൻ റിച്ചാർഡിന്റെ അടുത്തുനിന്ന് സ്കേറ്റ് ബോർഡിന് താങ്ക് യു പറഞ്ഞൊരു മെയിൽ അവന് ലഭിച്ചു. അതിൽ അവൻ കുറച്ച് ട്രിക്സ് ചെയ്യുന്ന വീഡിയോയും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ലാസ്റ്റ് സാലറി വാങ്ങാൻ വരുന്ന വഴി ഷെറിലിനെ കണ്ടു. അവൻ മെയിൽ കിട്ടിയത് പറഞ്ഞു. അതുപോലെ അവന്റെ ഹോൾ ട്രിപ്പിന്റെ മെയിൻ മോട്ടിവേഷൻ ഷെറിലായിരുന്നു, അതുകൊണ്ടാണ് ഫോട്ടോ തിരിച്ചു കിട്ടിയത് എന്നെല്ലാം അവൻ തുറന്നു പറഞ്ഞു. പിന്നെ ഷെറിലിന്റെ വീട്ടിൽ വന്ന് കാണാതെ തിരിച്ചു പോയതിന്റെ റീസൺ അവൾ ചോദിച്ചപ്പോൾ അവിടെ ഹസ്ബൻഡിനെ കണ്ടു, നിങ്ങൾ ഒരുമിച്ചെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് പോയത് എന്ന് വോൾട്ടർ പറയുന്നു. അവനിപ്പോ ഹസ്ബൻഡ് അല്ല, റെഫ്രിജറേറ്റർ നന്നാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് എന്ന് ഷെറിൽ പറഞ്ഞു. അപ്പോൾ വോൾട്ടർ നൈസായ ഒരു ഡേറ്റിന് അവളെ വിളിച്ചു. അവൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ അവർ സന്തോഷത്തോടെ നടന്നു പോകുന്ന വഴി ഒരു ബുക്ക് സ്റ്റാൾ കണ്ടു. അവരുടെ ലാസ്റ്റ് ഇഷ്യൂ ഇന്നാണ് വരുന്നതെന്ന് ഷെറിൽ ഓർമ്മപ്പെടുത്തി. അവർ പോയി നോക്കുമ്പോൾ ദ ക്വിൻറ്റസെൻസ് ഓഫ് ലൈഫ് എന്ന ഫോട്ടോ ആയിരുന്നു കവർ. അത് വോൾട്ടർ ഓഫീസിലിരുന്ന് നെഗറ്റീവ് നോക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. കൂടെ എംപ്ലോയീസിന് ഡെഡിക്കേറ്റ് ചെയ്ത് ഹെഡ്ലൈനും. വോൾട്ടർ ആകെ സർപ്രൈസ്ഡ് ആയി. അവർ കുറച്ചു നേരം അത് നോക്കി നിന്നു. പിന്നീട് അവിടുന്ന് നടന്നു. കോപ്പി വാങ്ങണ്ടായിരുന്നോ എന്ന് ഷെറിൽ ചോദിച്ചപ്പോൾ പിന്നെ പോയി വാങ്ങാം, ഇപ്പൊ തന്നെ വാങ്ങി വില കളയണ്ടെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് വോൾട്ടർ ഷെറിലിന്റെ കൈ പിടിച്ച് അവർ നടന്നുപോയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം.